പ്രിയപ്പെട്ട കുട്ടികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, വേദിയിലുള്ള ഹമീദ് മാസ്റ്റർ, അസിസ്റ്റന്റ് KC സാഹിബ്, ദാമോദരൻ, മൊയ്തീൻ സാഹിബ്, വളരെയധികം സന്തോഷപ്രദമായ ഒരു സദസ്സാണ് ഇത്. ഈ നാട്ടിലെ എല്ലാ സംഘടനകളും എല്ലാവരും നമ്മുടെ കുട്ടികളെ അനുമോദിക്കുന്നു, അവരെ പഠിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നു എന്നതിൽ നമ്മളെല്ലാവരും വളരെ സന്തോഷിക്കേണ്ടതാണ്. ഈ സദസ്സിലെ സ്റ്റാറുകളാണ് ഇപ്പോൾ എല്ലാവരും, ഇവിടുത്തെ സ്റ്റാറാണ് എല്ലാവരും ഈ കുട്ടികളൊന്നും എല്ലാവരും തന്നെ. പിന്നെ ഇതിൽ വളരെയധികം സന്തോഷിക്കേണ്ടതാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ കഴിവ് തെളിയിക്കേണ്ട സന്ദർഭങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. എല്ലാ സൗകര്യമുണ്ട്. നമ്മളിവിടെ സാമ്പത്തികമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്നവർ അവരുടെ സ്വന്തം കാര്യങ്ങൾ നോക്കുകയല്ല, ഈ പ്രദേശത്തിൻ്റെ കാര്യങ്ങളും കൂടി നോക്കുന്നുണ്ട്. ഇവിടെ സാമ്പത്തികമായിട്ട് ഉയർന്ന എല്ലാവരും, അതും ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണ്. നിങ്ങൾക്ക് നല്ല ഫ്രീ ട്യൂഷൻ ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട്, ഇനി കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അത് വളരെ പ്രയോജനപ്പെടുത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഹമീദ് മാസ്റ്ററെ ക്ഷണിച്ചുകൊണ്ട് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ട സന്തോഷകരമായ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ നമ്മുടെ നാട്ടുകാരനും മുൻകാല അധ്യാപകനും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ അരീക്കൻ മൂസ മാസ്റ്റർ, ഈ യോഗത്തിൽ സംബന്ധിക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള 20-ാം വാർഡ് കണ്ണമംഗലം പഞ്ചായത്ത് 20-ാം വാർഡ് മെമ്പർ ശങ്കരൻ ചാലിൽ, മൊയ്തീൻ ആജി, KC അസൻക, ഇനി ഇവിടെ എത്തിച്ചേരുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, അതിലെല്ലാം ഉപരി ഈ ഗ്രാമത്തിൻ്റെ തുടിപ്പുകളായി ഈ ഗ്രാമത്തെ ഭാവിയിലേക്ക് നയിക്കാൻ പ്രാപ്തമായ എൻ്റെ കൊച്ചുമക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷം തരുന്ന ഒരു ചടങ്ങിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ നാട്ടിൽ വ്യാപകമായി 10-ാം ക്ലാസ്സും 12-ാം ക്ലാസ്സും കഴിഞ്ഞ കുട്ടികളെ അനുമോദിക്കുന്ന ചടങ്ങുകൾ വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചടങ്ങുകളിൽ നിന്നെല്ലാം, അത്തരം വേളയിൽ അനുമോദന ചടങ്ങുകളിൽ നിന്നെല്ലാം ഇത് ഏറെ വ്യത്യസ്തമാണ്. A+ കിട്ടിയ വിദ്യാർത്ഥികളോടൊപ്പം ഈ ഗ്രാമത്തിൽ നിന്ന് വിജയിച്ച 70ഓളം വിദ്യാർത്ഥികളെ ഇവിടെ അനുമോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും ആവേശം തരുന്ന ഒരു ചടങ്ങാണിത്. A+ഓടുകൂടി വിജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ തികവാർന്ന വിജയമാണ്. ഓരോ വിഷയത്തിനും 91% സ്കോറുകൾ നേടിക്കൊണ്ട് ഉയർന്ന വിജയം കൈവരിച്ചവർക്കാണ് A+ എന്ന ഗ്രേഡ് ലഭിക്കുന്നത്. അത് 10 വിഷയങ്ങൾക്കും നേടുക എന്നുള്ളത് മഹത്വമുള്ള വളരെ ഉന്നതമായ ഒരു നേട്ടം തന്നെയാണ്. എന്നാൽ ഒരു പരീക്ഷ എന്ന് പറഞ്ഞാൽ ആ പരീക്ഷ എഴുതുന്ന സമയത്തെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമാണ്. എത്ര നന്നായി പഠിച്ചാലും ചില കുട്ടികൾ പരീക്ഷയ്ക്ക് നന്നായി അറ്റൻഡ് ചെയ്യാൻ കഴിയാത്ത ചില സാഹചര്യങ്ങളും നിലനിൽക്കാറുണ്ട്. പരീക്ഷ എഴുതുന്ന സമയത്ത് കുട്ടികളുടെ മനോനിലയും വ്യക്തിപരമായ പരിമിതികളുമൊക്കെ എത്ര നന്നായി പഠിച്ചാലും ചിലപ്പോൾ വേണ്ടത്ര സ്കോറുകൾ കിട്ടി എന്ന് വരില്ല. അതിൻ്റെ അർത്ഥം ആ കുട്ടികൾ
ഉപരിപഠനത്തിന് യോഗ്യനല്ല എന്നല്ല, മറിച്ച് അവർക്ക് കൂടുതൽ അവസരങ്ങൾ വരികയാണെങ്കിൽ തുടർ പഠന കാര്യത്തിൽ അവർക്ക് ഇനിയും മുന്നേറാൻ സാധിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇത് കേവലം കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി പറയുന്ന കാര്യമല്ല. നമ്മുടെ മുൻ തലമുറയിൽ മുമ്പൊക്കെ SSLCക്ക് മാർക്കായിരുന്നു വിജയത്തിന്റെ നിദാനം. 210 മാർക്ക് എന്നുള്ളതായിരുന്നു ഏറ്റവും പരിമിതമായ മിനിമം മാർക്ക്. ആ മാർക്ക് ലഭിക്കാത്ത ആളുകൾ 10ാം ക്ലാസ് പരീക്ഷ കടക്കാറില്ല. പക്ഷെ 210 മാർക്ക് വാങ്ങി സിവിൽ സർവീസിൽ ഉന്നത പദവികൾ വഹിച്ച ആളുകൾ വരെ നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ 210 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ DO D+ ഒക്കെയാണ്. D+ കിട്ടിയ കുട്ടി എനിക്ക് D+ ഉള്ളൂ. നേരത്തെ രാമാരേട്ടൻ ഇവിടെ സൂചിപ്പിച്ചു, നമ്മുടെ പ്രദേശത്തെ കുട്ടികള് ശരിയായ മാർഗനിർദ്ദേശം ലഭിക്കാത്തത് കാരണം അവര് ഉപരിപഠനത്തിന് പോലുമുള്ള ശ്രമം പോലും ഉപേക്ഷിക്കുന്ന ഒരു പരിതാപകരമായ ഒരു അവസ്ഥ. അവർക്ക് ഭാവിയിൽ ഇനിയും പഠിച്ചു മുന്നേറാനുള്ള അവസരം ലഭിക്കുകയാണെങ്കിൽ, പഠിച്ചു മുന്നേറാനുള്ള ഒരു മനസ്സ് ആ കുട്ടികൾ പ്രകടിപ്പിക്കുകയാണെങ്കിൽ, ഒരു അർപ്പണ ബോധത്തോടു കൂടി മുന്നേറുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. മറിച്ച് ഇപ്പോൾ A+ കിട്ടിയ കുട്ടികളെ പോലെ തന്നെ വളരെ തിളക്കമാർന്ന വിജയം നേടാൻ അവർക്ക് കഴിയുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അപ്പൊ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ആരും നിരാശപ്പെടരുത്. A+ കിട്ടിയ കുട്ടികളെ സംബന്ധിച്ച് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. A+ കിട്ടാത്ത കുട്ടികളെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തമാണുള്ളത്. 10ാം ക്ലാസ് പരീക്ഷ, 10ാം ക്ലാസ് എന്നുള്ളത് നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലെ ഏറ്റവും ചെറിയ ഒരു പടവാണ്. അതിന്റെ ഉയർന്ന പടവുകള് വളരെ വലുതാണ്. അപ്പൊ 10ാം ക്ലാസ് എന്നുള്ള പടവ് പിന്നിട്ട് ഇനിയും ഉപരിപഠന മേഖലയിൽ ശോഭിക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമ്മൾ എടുത്ത പ്രയത്നത്തിന്റെ ഒരു വലിയ ഇരട്ടി നമ്മൾ വിനിയോഗിച്ചാൽ മാത്രമേ ഇനിയും നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ആ അർത്ഥത്തിൽ ഈ ചടങ്ങ്, ഈ അനുമോദന ചടങ്ങ് നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതത്തില് ഒരു വലിയ പ്രചോദനമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ നമ്മൾ പറയുകയാണെങ്കിലും നമ്മുടെ നാട്ടില് 99% ശതമാനം കുട്ടികള് വിജയിച്ച് പുറത്തു വരുന്നുവെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട A+ കിട്ടിയ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ച കുട്ടികൾക്ക് പോലും ഉയർന്ന പഠനത്തിന്, ഉന്നത പഠനത്തിന്, +2-ന് ഇഷ്ടപ്പെട്ട കോമ്പിനേഷനോ ഇഷ്ടപ്പെട്ട സ്കൂളുകളോ തിരഞ്ഞെടുക്കാൻ കഴിയാത്ത വിധം നമ്മുടെ നാട്ടിലെ ഉപരിപഠന സാധ്യതകൾ വളരെ പരിമിതമാണ്. ആ വിഷയത്തില് നിങ്ങളെ ഇവിടെ അനുമോദിക്കുന്ന വെൽഫെയർ പാർട്ടിയും അതിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ഫ്രറ്റേണിറ്റി മൂവ്മെന്റും ഒക്കെ കഴിഞ്ഞ കുറെ കാലമായി സർക്കാരിന്റെ മുന്നില് ഈ നാടിന്റെ, പ്രത്യേകിച്ച് മലബാർ പ്രദേശത്തിന്റെ, നമ്മുടെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, അതുപോലെ കണ്ണൂർ, കാസർഗോഡ് തുടങ്ങിയ ജില്ലകളിൽ ഈ പരിമിതികൾ വളരെ വലുതാണ് എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, ആവലാതിപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ വിഷയവുമായി ഒരുപാട് സംഘടനകൾ, പ്രസ്ഥാനങ്ങൾ, പാർട്ടികൾ ഇവിടെ പ്രക്ഷോഭ മാർഗത്തിലുണ്ട്. അവരെ എല്ലാം ഞങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവർ, 1998 നമ്മുടെ കോളേജുകളിൽ നിന്ന് പ്രീ ഡിഗ്രി വേർപെടുത്തിക്കൊണ്ട് സ്കൂളുകളില് ഹയർ സെക്കൻഡറി സംവിധാനം വ്യാപകമായി നിലവിൽ വരികയുണ്ടായി.
93 മുതലാണ് പരീക്ഷ അടിസ്ഥാനത്തില് ഈ +2 സംവിധാനം നമ്മുടെ സ്കൂൾ തലത്തിലേക്ക് വന്നതെങ്കിലും സർക്കാർ ആ രംഗത്ത് പ്രീ ഡിഗ്രി എന്നുള്ള